ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊരു 3 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് പാല് അടുപ്പത്തോട്ട് വയ്ക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു 2 കപ്പ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 2 കപ്പ് പാൽ നമുക്ക് ഗ്യാസ് ഓണാക്കി അതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസും അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കും വേറൊരു പാത്രത്തിനകത്തോട്ട് അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പം അതിനോടൊപ്പം ചൈന ഗ്രാസും താണ്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലിനകത്തോട്ട് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കട്ട പിടിക്കരുത്, ഇളക്കി കൊടുക്കണം. അപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ പുഡിങ്. അപ്പോൾ അത് റെഡിയായി അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം എന്താണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനിക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, നമുക്ക് ഇഷ്ടമുള്ള കയ്യിൽ ഏതാണ് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ പുഡിങ് വേണമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പിയാണിത്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. വളരെ നല്ല സോഫ്റ്റാണ് കേട്ടോ. തൊട്ടപ്പം തന്നെ അങ്ങ് അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റാണിത്. ഉണ്ടോ, ഓരോന്നായിട്ട് എടുക്കുമ്പം തന്നെ വിട്ടു പോകുന്ന അത്ര നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.